നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്ക് വെച്ച വൈദ്യുതി കെണിയിൽപ്പെട്ട് വിദ്യാർത്ഥി മരിച്ചതിൽ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങുകയാണ് UDF. സംഭവത്തിൽ KSEBയുടെ വീഴ്ച ആരോപിച്ചാണ് പ്രതിഷേധമുയർത്തുന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ജിത്തുമാണ് ഇന്നലെ രാത്രി മീൻ പിടിക്കുന്നതിനിടെ ഷോക്കേറ്റ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ബന്ധുക്കളായ 2 പേർക്കും ഷോക്കേറ്റിരുന്നു. പരിക്കേറ്റ ഷാനു അപകടനില തരണം ചെയ്തു. യദു നിരീക്ഷണത്തിലാണ്. ഇന്നലെ നടന്ന പ്രതിഷേധത്തിൽ UDF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതിനിടെ പരിക്കേറ്റ പ്രവർത്തകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ പോലീസ് സ്റ്റേഷൻ മാർച്ചിന് പിന്നാലെ വിട്ടയച്ചു. അറസ്റ്റ് ചെയ്ത പ്രവർത്തകൻ കുഴഞ്ഞു വീണിട്ടുണ്ട്. അവരെ കൊണ്ടുപോകാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് പറയുന്നത്. വാഹനത്തിലുള്ള പ്രവർത്തകൻ കുഴഞ്ഞു വീണിട്ടുണ്ട്. നടന്നത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണെന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ആരോപിച്ചു. വാസ്തവത്തിൽ ഇതിനെ പറയുകയാണെങ്കിൽ KSEBയുടെ അനുവാദത്തോടു കൂടി നടക്കുന്ന ചില സംഭവങ്ങളാണ്. KSEBയുടെ ഇതിന് നമുക്ക് വേറെ രൂപത്തിൽ പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് സ്പോൺസേഡ് മർഡറായിട്ട് നമുക്കിതിനെ കണക്കാക്കേണ്ട അവസ്ഥ വിശേഷമില്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജും ആവശ്യപ്പെട്ടു. ഇത്തരത്തിലുള്ള അപൂർവം സംഭവമാണെങ്കിലും ഒറ്റപ്പെട്ട് കേരളത്തിൽ പലയിടത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. അതിലൊക്കെ പൊതുവെ കർശന നടപടിയാണ് സ്വീകരിച്ച് കാണാറുള്ളത്. ഏതായാലും ഈ കാര്യത്തെ സംബന്ധിച്ച് വളരെ കാര്യമായ അന്വേഷണം നടത്തണം. അതിൻ്റെ ഭാഗമായി എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും അനധികൃതമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നതിന് വേണ്ട കർശന നടപടികൾ സ്വീകരിക്കുകയും വേണം. അപ്പോൾ എത്രയും പെട്ടെന്ന് അത്തരം അന്വേഷണ നടപടികൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാവശ്യപ്പെടാനാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് കഴിയുന്നത്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നത് എങ്ങനെയാണ്? KSEBയുടെ വീഴ്ചയ്ക്ക് ആരോപിച്ചിപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് UDF കടക്കുകയാണ്. സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്നാണ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത്. എങ്ങനെയാണ് ഇതൊരു പ്രതിഷേധത്തിലേക്ക് നീക്കാൻ UDF ഉദ്ദേശിക്കുന്നത്? ഒപ്പം ഈ ബാക്കിയുള്ള കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഇപ്പോൾ ആരോഗ്യനിലയൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ? പൂജ, അതായത് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിലമ്പൂരിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിന്റെ ഉദാഹരണമായി കൂടി ഈ സംഭവം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ആദ്യം തന്നെ ദാരുണമായ ഒരു സംഭവമായ ഒരു 15 വയസ്സുകാരന് ജീവൻ നഷ്ടമാകുന്നു എന്നുള്ളത് ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവത്തോടു കൂടിയാണ്. അതിനുശേഷം രാത്രി വൈകിയും പുലർച്ചെ നീണ്ടു നിൽക്കുന്ന വലിയ പ്രതിഷേധങ്ങൾക്കാണ് നിലമ്പൂർ സാക്ഷ്യം വഹിച്ചത്. അതായത് ഇന്നലെ വഴിക്കടവ് ചക്കിട്ടപ്പാറ എന്ന് പറയുന്ന കോളനിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ വഴിക്കടവ് എന്ന് പറയുന്നത് കൂടല്ലൂരിനൊപ്പമുള്ള അതിർത്തിയാണ്. വഴിക്കടവ് എന്ന് പറയുന്ന പഞ്ചായത്ത്, അവിടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഫെൻസിങ് കാട്ടുപന്നിക്കുള്ള ഫെൻസിങ് ആയിരുന്നു. ഇവിടെ മീൻ പിടിക്കാൻ എത്തിയ 5 കുട്ടികൾ, അതിൽ 4 പേർക്ക് ഇത്തരത്തിൽ വൈദ്യുതി കമ്പിയിൽ നിന്ന് വൈദ്യുതി ആഘാതമേറ്റ് പരിക്കേൽക്കുന്നു. ജിത്തു എന്ന് പറയുന്ന 15 വയസ്സുകാരനാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അത്തരത്തിൽ പിന്നീട് UDF ഒരു പ്രതിഷേധവുമായി എത്തി. അത് രാത്രിയോളം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധമായിരുന്നു. സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് എത്തി സർക്കാരിനെതിരെ ഉൾപ്പെടെ KSEBക്കെതിരെ ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു UDFന്റെ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത്. നിത്യമായി ഇത്തരത്തിലൊരു സംഭവങ്ങൾ തനിയാവർത്തനമാകുന്നു. അത് പ്രത്യേകിച്ചും ഈ വന്യജീവി സംഘർഷമുള്ള മേഖല കൂടിയാണ് നിലമ്പൂർ. അപ്പോൾ ഇവിടെ പാലിക്കേണ്ട അത്തരത്തിലുള്ള ചട്ടങ്ങളൊന്നും തന്നെ പാലിക്കുന്നില്ല പല മേഖലകളിൽ നിന്നുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് UDF ഉന്നയിക്കുന്നത്. പിന്നാലെ തന്നെ LDFന്റെ മുതിർന്ന നേതാക്കൾ A വിജയരാഘവൻ ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തേക്ക് എത്തി. ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമായാണ് UDF ലക്ഷ്യം വെക്കുന്നത്. ഇതിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി തന്നെ ചിത്രീകരിക്കുകയാണ്, ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമാക്കി മാറ്റുകയാണ് എന്നുള്ളതാണ് LDF പറഞ്ഞ് പ്രതിരോധിച്ചത്. ഒപ്പം തന്നെ സ്ഥാനാർത്ഥി M സ്വരാജ് അവിടെ എത്തിയിട്ട് ഫെൻസിങ് അനധികൃതമാണോ എന്നുൾപ്പെടെയുള്ളത് പരിശോധിക്കണം എന്നുള്ളതാണ് M സ്വരാജും പറഞ്ഞു വെച്ചത്. അപ്പോൾ BJP ഉൾപ്പെടെ പിന്നീട് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. വൈകിയും നീണ്ട പ്രതിഷേധമാണ് ഉണ്ടായത്. മറ്റ് കുട്ടികളുടെ പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ്. ഇവർ നിരീക്ഷണത്തിൽ വരികയാണ്. അതിലൊരു കുട്ടി പൂർണ്ണമായും ആരോഗ്യനില ഭേദപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അപകടനില തരണം ചെയ്തു എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം. അപ്പോഴും ഈ ജിത്തുവിന്റെ നഷ്ടമാണ്
നാടിനെ അത്രമേൽ അലട്ടുന്നതാണ്, പ്രത്യേകിച്ചും നിലമ്പൂരിനെ ആകെ അത്രമേൽ അലട്ടുന്നതാണ്. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. അപ്പോൾ എന്താണ് അവിടെ ഉണ്ടായ പോരായ്മകൾ എന്തൊക്കെയാണ് എന്നൊരു വിശദമായ പഠനം തന്നെ വേണ്ടിയിരിക്കുന്നു. KCBക്കെതിരെയൊക്കെ ഇപ്പോൾ ഒരു ആരോപണം മുന്നോട്ട് വരികയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നൊരു യാഥാർത്ഥ്യം അവിടെ പഠനം, ഒരു വിശദീകരണം എന്തായാലും ലഭ്യമാകേണ്ടതുകൂടിയുണ്ട്. അനധികൃത ഫെൻസിങ് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ പ്രശ്നമാവുകയാണ്. അരുൺ പറഞ്ഞതുപോലെ തന്നെ നിലമ്പൂരിലെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് കാട്ടിത്തരുന്ന ഒരു അതിദാരുണമായ സംഭവമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത്. വഴിക്കടവിൽ അരുൺ, ഇത് ആരുടെ ഭൂമിയാണ്, എന്തുകൊണ്ട് അങ്ങനെ ഫെൻസിങ് വെക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ വന്യമൃഗശല്യം, പന്നിശല്യം ഉൾപ്പെടെ വലിയ രീതിയിലുള്ളതാണ്. പക്ഷെ അത് അനധികൃതമായാണ്. ഈ ഭൂമി ആരുടേതാണ്, എപ്പോഴാണ് ഈ കുട്ടികൾ അവിടേക്ക് പോയത്, എപ്പോഴാണ് മരണം സംഭവിച്ചത്? ഇപ്പോൾ ഈ KCBയുടെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെയുള്ള ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഈ സ്ഥലം ഉടമയെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതൊരു സ്വകാര്യ ഭൂമി തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫെൻസിങ് അനധികൃതമാണോ എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ അവിടെ നിലനിൽക്കുകയാണ്. അതിലൊരു കൃത്യമായ അന്വേഷണം വേണം. പോലീസ് എന്തായാലും അത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പൂജ അത്തരം വിവരങ്ങൾ തന്നെയാണ് ആ പൂജ ചോദിച്ചതുപോലെ തന്നെ നമുക്ക് ഇനി ആവശ്യമായി വേണ്ടത്. പോലീസ് അത്തരത്തിലൊരു വ്യക്തത വരുത്തും വരും മണിക്കൂറിൽ എന്നുള്ളതാണ് തന്നെയാണ്. അനധികൃതമായ ഫെൻസിങ് ആണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. നിലവിൽ അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. വിശദമായ അന്വേഷണമാണ് വേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. അപ്പോൾ കൃത്യമായ ഒരു അന്വേഷണത്തിന് ഒടുവിലെ നമുക്ക് വ്യക്തമായ ഒരു വിവരം ലഭിക്കുകയുള്ളൂ. അത് പോലീസ് ഒക്കെ തന്നെ വ്യക്തമാക്കേണ്ടത് കൂടിയാണ് എന്നുള്ളതാണ്. നിലവിൽ എന്തായാലും ഒരു 15-കാരന് ഒരു ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിരൽ ചൂണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഈ മേഖലയിലുണ്ട്. അതിലേക്കൊക്കെ തന്നെ എത്താനുള്ള, പ്രത്യേകിച്ചും ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സ്വാഭാവികമായിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് സമയമാണ്. അപ്പോൾ കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ മാത്രം കൈകാര്യം ചെയ്യുന്നു എന്നുള്ള രീതി മാത്രമല്ലല്ലോ. ഇതിപ്പോൾ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചാൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ മാറ്റിവെച്ചാൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പോലും വലിയൊരു പ്രതിഷേധം ഉണ്ടാവുകയല്ലേ. ഇപ്പോൾ ഈ വന്യജീവി പ്രശ്നം തന്നെ എത്രയോ കാലങ്ങളായിട്ട് മുന്നിലേക്ക് വെക്കുന്നതാണ്. തിരഞ്ഞെടുപ്പിൽ അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നാട്ടുകാരെന്താണ് ഇതിൽ പറയുന്നത്? ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആശുപത്രിക്ക് മുന്നിൽ പോലും അവരവരുടെ രോഷവും പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ. അതെ പൂജ, തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോഴെങ്കിലും ഇതിന്റെ പ്രസക്തി ആളുകൾ മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം. ഇത് കാണാനുള്ള ഒരു സമയം കൂടിയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കാലങ്ങളായി ആവർത്തിക്കുന്ന, കാലങ്ങളായി പല രീതിയിലുണ്ടാകുന്ന ഒരു ഏറ്റവും വലിയ ജീവൽ പ്രശ്നമാണ് മനുഷ്യ വന്യജീവി സംഘർഷം. അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗം എന്നാണ് ഈ ഫെൻസിംഗ് ഉള്ളത്. അപ്പോൾ ഈ ഫെൻസിംഗ് വരുമ്പോൾ തന്നെ ആ ഫെൻസിങ്ങിനെതിരെ ആരോപണം ഉണ്ടാകുന്നു. അപ്പോൾ പല ചോദ്യങ്ങൾ അവിടെ ബാക്കിയുണ്ട്. എങ്ങനെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകും എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളുണ്ട്. സാങ്കേതികപരമായ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ബാക്കിയാണ്. ഇതിനെല്ലാം ഒരു ഉത്തരം വേണം. അത് കാലങ്ങളായി നീണ്ടുവരുന്ന ഒരു ശാശ്വത പരിഹാരം ലഭിക്കാത്ത, ഇപ്പോഴും അത്തരത്തിൽ ഫോറസ്റ്റ് വനം വകുപ്പ് ഉൾപ്പെടെ പ്രതിരോധത്തിലാകുന്ന ഒരു വിഷയമാണ്. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയപരമായി ഏറ്റെടുത്തുകൊണ്ടോ അത്തരത്തിൽ ഒരു ആണെടുത്ത് പ്രതിഷേധം നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയമായി പ്രതിരോധിച്ചത് കൊണ്ടോ ഒന്നും തന്നെ ആയില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ നാട്ടുകാർക്ക് പറയാനുള്ളത്. നാട്ടുകാർ അവരുടെ അനുഭവങ്ങൾ ഇത്തരത്തിൽ വഴിക്കടവ്, എടക്കര, മൂത്തേടം, കരുളായി പോലുള്ള മഞ്ഞ മേഖലയോട് അടുത്ത് കഴിയുന്ന ജനവാസ മേഖലയിലെ ആളുകളുടെ ആശങ്ക കാലങ്ങളായി നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ആകുന്നില്ല. അപ്പോഴും അത്തരത്തിലുള്ള അനാസ്ഥയൊക്കെ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ആരോപിക്കപ്പെടുന്നു. അങ്ങനെ ഏറ്റവും വലിയൊരു സങ്കീർണമായ ഒരു പ്രശ്നം അവിടെ ബാക്കിയാണ്. അതിനിടയിൽ കൂടെയാണ് ഇത്തരം ഒരു സംഭവം ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് കൂടി ഉണ്ടാകുന്നത് എന്നുള്ളത് അധികൃതർക്ക് കണ്ണു തുറക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അത് നാട്ടുകാർ അത്തരത്തിൽ തന്നെ പറയുന്നുണ്ട്. അവരുടെ പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട്. കാണേണ്ടവർ കണ്ണു തുറന്ന് തന്നെ കാണുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും അരുൺ, അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇതിപ്പോൾ UDF എന്തായാലും പ്രതിഷേധത്തിലേക്ക് നീക്കുകയാണ്. നാട്ടുകാരുടെ ഭാഗത്ത് നിന്നും വലിയ പ്രതിഷേധമുണ്ട്. അപ്പോഴും എന്താണ് LDFന്റെ നിലപാട് എന്ന് കൂടി നോക്കാം. വിശദമായ അന്വേഷണം വേണമെന്നാണ് LDF സ്ഥാനാർത്ഥിയായ M സ്വരാജ് ആവശ്യപ്പെട്ടത്.